ടൂർണമെൻറ്റ് പാർട്ട് 2 ആയിട്ടാണ് ഗൈസ് നമ്മൾ വന്നേക്കുന്നത്. ഓക്കെ ഗൈസ്, നമുക്കിന്ന് വേൾഡ് ക്ലാസ് കളിക്കണോ പ്രൊഫഷണൽ കളിക്കണോ എന്ന് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. വേൾഡ് ക്ലാസ് തന്നെ കളിക്കാം ഗൈസ്. നമ്മൾ എന്തായാലും വേൾഡ് ക്ലാസ് ഒരു കപ്പെങ്കിലും എടുക്കുന്നത് നിങ്ങളൊന്ന് കാണിക്കണം. എന്നിട്ട് ഇനി നമ്മുടെ ഡിവിഷൻ പ്രോ ലെജൻഡറി കളിക്കുന്നതായിരിക്കും. അതിൽ നിങ്ങളെപ്പോഴും ഞാൻ തോക്കുന്ന കാണാം. കാരണം ഇപ്പം തന്നെ 3-4 വട്ടം തോറ്റിട്ടുണ്ട്. ഓക്കെ, അപ്പം പാർട്ട് 2 ആണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. നേരെ ഫുട്ബോൾ സെൻറ്റർ നമുക്കിതിൽ പോയി എഗെയിൻ ഫ്രാൻസ്. അയ്യോ ഗൈസ്, ഞാനത് 4 ഫീറ്റ് അടിക്കുന്നു. ഓക്കെ, പ്ലേ ഗെയിം. ഓക്കെ, വേൾഡ് ക്ലാസ്. ഇപ്പം കടക്കുന്ന രീതി തന്നെ കളിക്കണോ? കടക്കുന്ന രീതി തന്നെ നമുക്ക് കളിക്കാം. കിടക്കുന്ന രീതി തന്നെ നമുക്ക് കളിക്കാം. ഓക്കെ, നമുക്ക് ഇപ്പോൾ നല്ലൊരു കളി കാഴ്ച വെക്കാം എന്ന് ഞാനിപ്പോൾ തോന്നുന്നു. നമുക്ക് ഇത് തന്നെ വെച്ച് നമുക്ക് കളിക്കാം. എത്ര നമ്മൾ ഫൈനൽ വരെ കളിക്കുവാണെങ്കിൽ നമ്മൾ ഫൈനൽ വരെയുള്ള വീഡിയോ ഇടും. ഓക്കെ, നമ്മൾ കയറിക്കൊണ്ടിരിക്കുവാണ്. ഇച്ചിരി സമയം എടുക്കും കയറാൻ. ഓക്കെ ഇപ്പോൾ സെറ്റ്. ഓക്കെ, ആദ്യം നമ്മുടെ ടച്ചാണ്. നമ്മൾ ടച്ച് വേണ്ടായിരുന്നു ഗൈസ്. നമുക്കപ്പോൾ പയ്യെ പാസ് അറ്റാക്ക് ഇപ്പോൾ ഒന്ന് കൊടുക്ക്. ഓക്കെ, നമ്മൾ നോക്കി കളിച്ച് ഗൈസ്, അത് സൂപ്പർ ഷോട്ടായിരുന്നു. ഓക്കെ, നമുക്ക് കൊടുക്കാം. ഗൈസ്, 2 ഷോട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഉസ്മാൻ ഡാം പിടിക്കത്തില്ല. അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. ഓക്കെ, നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, കൊടുത്തിട്ടുണ്ട്. എടാ എൻ്റെ നല്ലൊരു ഷോട്ടായിരുന്നു.
ഓക്കെ, റൊബീറ്റ് പിടിച്ച് നേരെ പോക്കിട്ട് പോയാൽ ഈ ഫോട്ടോ എടുത്ത് കറക്റ്റ് ഗോൾ പോസ്റ്റിൻ്റെ അപ്പുറത്താണ്. ഓക്കെ, അങ്ങനെ 2-0 നമ്മൾ ജയിച്ചിരിക്കുകയാണ്. ഗോളാണ് ഇതിപ്പോൾ, ഗോൾ കയറിയാലോ? അയ്യോ എൻ്റെ പൊന്നേ, എടാ പോവാ. അതെങ്ങാനും ഗോൾ കയറ്റിയായിരുന്നെങ്കിൽ ഉണ്ടല്ലോ. ഈ ഫുട്ബോളിനകത്ത് പോലും ഓഫ് സൈഡ് ട്രാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഓഫ് സൈഡ് ട്രാപ്പ് ചെയ്യാമായിരുന്നു. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ 1-ാം മിനിറ്റായി. പാസ് കൊള്ളാം, പക്ഷേ ഇതിപ്പോൾ മിസ്സാണ്. ഓക്കെ, നമ്മൾ ഓടുന്നത് നല്ല ഓട്ടമാണ് ഗൈസ്. അവൻ കറക്റ്റ് സമയത്ത് തന്നെ ക്ലിയർ ചെയ്തുകൊണ്ട് നമ്മൾ ഗോളൊന്നും കയറ്റിയില്ല. ഫൗള്. റഫറികൾ ഫുൾ അവന്മാരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ആ പൊട്ടനെ നമ്മൾ ബൈസിക്കിൾ അടിച്ചാൽ കയറേണ്ട ഗോളായിരുന്നു അത്. അങ്ങനെ നമ്മൾ ആ റൗണ്ട് ഓഫ് 16 ജയിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓക്കെ, ഒന്ന് പോകാം. ഒന്ന് പെട്ടെന്ന് വന്നായിരുന്നെങ്കിൽ ഗൈസ് അപ്പം പെട്ടെന്ന് വരുവാണെങ്കിൽ നല്ല വന്നു. നമ്മളെ എംബൂബു ആണ് നമ്മുടെ പ്ലെയർ ഓഫ് ദ മാച്ച്, എംബൂബു. ഓക്കെ, നമ്മളിനി റൗണ്ട് ഓഫ് അല്ലല്ലോ, ക്വാർട്ടർ ഫൈനൽ. സ്പെയിൻ കയറി, അർജൻറ്റീന കയറി, പോർച്ചുഗൽ തോറ്റു, തുർക്കിയും കൊളംബിയ, സ്പെയിനും മൊറോക്കോയും അർജൻറ്റീനയും ഇറ്റലിയൊക്കെ എപ്പോൾ കയറിയടാ. ഓക്കെ, ഫ്രാൻസും ബെൽജിയമും. എടാ ബെൽജിയമോ, ബ്രസീലും പോയി, പോർച്ചുഗലും പോയി, ഇംഗ്ലണ്ട് പോയി, സെനഗൽ പോയി, ഉറുഗ്വേ, ക്രൊയേഷ്യ, ജർമ്മനി, ബ്രസീലും പോയി. ഓക്കെ, അങ്ങനെ നമുക്ക് ബെൽജിയമായിട്ട് കളിച്ച് തോറ്റിട്ട് വരാം. ഗൈസ് നമ്മുടെ ഫസ്റ്റ് ഗോൾ എംബൂബു എംബൂബു അടിച്ചു. ഞാൻ എംബൂബു എന്നാണ് വിളിക്കുന്നത്, എനിക്ക് അങ്ങനെയാണ് പേര് വായി കിട്ടുന്നത്. എടാ അത് ഞാൻ മര്യാദക്ക് അടിച്ച് എൻ്റെ കൈ ഒന്ന് സ്ലിപ്പായി പോയി. അത് തൊട്ടിട്ട് ഞാൻ പിന്നെ ഒരു തുടലങ്ങ് തൊട്ട്, അപ്പോഴത്തേക്ക് ഞാൻ അടിച്ചിരുന്നു. സലീബ എടാ മിസ് പാസ് കൊടുക്കല്ലേ. ഓക്കെ, മൈഗ്ലാൻ എടുത്തിട്ടുണ്ട്. കണ്ടേ,
ചവിട്ടിയവൻ, നമ്മുടെ കാലിട്ടവൻ ചവിട്ടി. ഓടിയായിരുന്നു കിട്ടിയേനെ അത് നമുക്ക്. ഒന്ന് 0 നമ്മൾ ജയിച്ചിട്ടുണ്ട്. ജയിച്ചിട്ടില്ല. മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ മിസ് പാസ് കാരണമാണ് ഇപ്പോൾ, അല്ലെ നമ്മൾ ജയിക്കേണ്ടതായിരുന്നു. നമ്മൾ മിസ് പാസ് എടുത്തോണ്ടാണ്. ആദ്യത്തെ അടി തന്നെ നമുക്ക് ഒനാനയാണ് അടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പുറത്തോട്ടൊന്ന് പോവാം. സേവ് അടിച്ചു. സേവ്. ഓക്കെ. നമ്മൾ അതും അടിച്ച്
പിന്നെയും അടിക്കുമായിരിക്കാം. ഓക്കെ, അത് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. ഇതും കൂടി നമ്മൾ ജയിക്കത്തില്ലേ? ഇല്ലെന്ന് തോന്നുന്നു. ഇതും കൂടെ സേവ് ചെയ്തിട്ട് അടുത്ത അടിച്ച് നമ്മൾ ജയിക്കും എന്നാണ് തോന്നുന്നത്. ഇങ്ങോട്ട് തന്നെ നമുക്ക് കൊടുക്കാം. അത് സേവ് ചെയ്തു. 3 സേവാണ് നമ്മൾ അടുപ്പിച്ച് ചെയ്തത്. ഓക്കെ, ഇതടിച്ചാൽ നമ്മൾ ജയിക്കും. ഓക്കെ, നമ്മളങ്ങനെ 4-1-3 സേവ് അടുപ്പിച്ച് ചെയ്തു ഗൈസ്. ഭാഗ്യം എന്ന് പറയാനല്ലാതെ വേറൊന്നും പറ്റത്തില്ല. ഓക്കെ, ഉസ്മാൻ ഡംബലയാണ്. ഇത് നമ്മൾ സെമി ഫൈനലിലേക്കാണ് നടക്കുന്നത്. അർജൻറ്റീനയും കൊളംബിയ അപ്പുറത്ത്, നമ്മൾ സ്പെയിനും ഫ്രാൻസും. ഗൈസ്, റിയൽ ലൈഫ് പോലെ ആവുമോ? എനിക്കൊരു പേടി ആവുമോന്ന്. ഓക്കെ, നമുക്ക് എന്തായാലും കളിക്കാം. സെമി ഫൈനൽ എനിക്ക് പേടിയാവുന്നു. നമ്മുടെ ഇത്രയും കളിച്ചിട്ട് സെമി ഫൈനലിൽ തോക്കുന്നെന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി ഇതാവത്തില്ലേ ഗൈസ്? എന്തായാലും നമ്മൾ കളി തുടരുന്നു. ഓക്കെ, സെമി ഫൈനൽ. നമുക്ക് ആദ്യം തന്നെ അറ്റാക്ക് ഇടാം. കൊണ്ടുപോയാൽ മതി. എംബാപ്പയെ കൊണ്ട് ഓടിച്ചിട്ടുണ്ട്. 10-ാം മിനിറ്റിലാണ് ഈ കഴിഞ്ഞ കളി പോലെ ആവും. മിസ്പാസ് ഒന്നും കൊടുക്കാതെ പയ്യെ കളിച്ചാൽ മതി. കോർണർ ഇറ്റ്സ് കോർണർ. ഗയ്സ്, നല്ലൊരു ഇന്റർസെപ്ഷൻ ആയിരുന്നു ഗയ്സ്. അത് ഇപ്പോഴത്തെ കാലം 2 ഗോളൊക്കെ അടിക്കുന്ന പറഞ്ഞാൽ ചരിത്രത്തിൽ ആദ്യമായിട്ടൊന്നുമല്ല. പക്ഷേ നമ്മൾ ഗെയിമിൽ ആദ്യമായിട്ടാണ് വേൾഡ് ക്ലാസ്സിൽ, അത് സ്പെയിനായിട്ട്. നമുക്ക് ഇതാണ് കിട്ടിയേ. ശ്രമിച്ച് നോക്കാമായിരുന്നു. കേറട്ടെന്ന് വിചാരിച്ചു. ഞാൻ കേറത്തില്ലെന്നൊരു ഇതുണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാന്ന്. ഹോട്ടലിൽ 2 ഗോളൊക്കെ അടിച്ചുകൊണ്ട് കുറുക്കുറയുടെ മുടിയൊക്കെ പറന്നു പോയി. കുഴപ്പമില്ല, നല്ല വിഷമം കാണും. ഞാൻ ഫ്രാൻസ് ആയിട്ട് പറയുന്നത്.
മിക്കവാറും ഈ കളി ജയിക്കും. നമ്മളങ്ങ് എടുക്കും. ബോക്സിനുള്ളിൽ നമ്മളെ അയ്യോ ഫൗള്. പെനാൽറ്റി. ഓക്കെ, മിക്കവാറും കൊളംബിയ വരാൻ സാധ്യതയുണ്ട് ഫൈനലിൽ. കാരണം ഗെയിം ആയിക്കൊണ്ട് ലോജിക്കില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്. കളി ഇതിലോട്ട് പോവാം. പേരെന്തുവായിരുന്നു? ഫൈനലിലോട്ട് പോവാം. അവിടെ നമ്മുടെ എതിരാളികൾ ആരാ നമുക്ക് നോക്കാം ഗൈസ്. അതുകൂടെ കളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യും ഗൈസ്. ഓക്കെ, ഇതൊന്ന് വരാൻ ഇച്ചിരി സമയം എടുക്കുമല്ലോ. അവർ 4 തോറ്റത് ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ ഫൈനലിലേക്ക് കിടക്കുവാണ്. ഫൈനലിൽ ഗൈസ്, ഫൈനൽ. ഓക്കെ, മെസ്സിയൊക്കെ കാണാതിരിക്കാൻ ഇപ്പം എന്നാ, മെസ്സിയൊക്കെ ഉണ്ട്. ആദ്യം തന്നെ നമുക്ക് അറ്റാക്കിങ്. ആദ്യം തന്നെ ഭയങ്കര കളിയാ കേട്ടു. നമുക്ക് ഗോൾ വരുന്നില്ല ആദ്യം തന്നെ. കഴിഞ്ഞ ഫൈനൽ പോലെ ആവൂടെ? ബെസ്റ്റ്. അയ്യോ, നോർത്ത് ഗോൾ കയറിയെന്ന്. മര്യാദയ്ക്ക് കൊടുക്കണോ? നമ്മളെ പാസ് ചെയ്ത് കളിക്കുവാണെങ്കിൽ നമ്മൾ നല്ല പാസ്സൊക്കെ കൊടുത്തു ഗൈസ്. തോന്നി ഇത് ഗോളടിക്കും. ഞാർത്തത് കേറിയെന്ന്. ഗോളി എന്തോ പറ്റിയ നടത്തില്ല, നല്ല സേവൊക്കെ ചെയ്തു. ഗൈസ്, അപ്പോൾ നമ്മളൊന്നടിച്ചിട്ടുണ്ട്. എന്തു ഭാഗ്യത്തിന് നമ്മളൊന്നടിച്ചിട്ടുണ്ട്. ഡെമ്പലെയാണ് അടിച്ചത്. ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടെ ഇച്ചിരി വേണ്ട നിങ്ങൾ തന്നെ വിചാരിക്കും പേടിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് ചുറ്റിക്കളിക്കാനാണ് വിചാരിച്ചത്. ഈ പൊട്ടന്മാരായിക്കൊണ്ട് അവന്മാർ അവിടെ തന്നെ അങ്ങ് നിന്നോളും. കുറേ നേരം എടുക്കുവാണെങ്കിൽ അവന്മാരും കൂടി വരും കേട്ടോ. കിക്ക് ദ ബോൾ.
ഗൈസ്. അങ്ങനെ ഹാഫ് ടൈം. ഓക്കെ ഗൈസ്, നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ കളിക്കുന്നത്. ഗൈസ്, ആർക്കെങ്കിലും എന്നെ ഒന്ന് ഫ്രണ്ടാക്കണമെങ്കിൽ ഇതിനകത്ത് കളിക്കുന്നുണ്ട് ആൾക്കാരുണ്ടെങ്കിൽ ഫ്രണ്ടാക്കിക്കോളി. സ്റ്റിൽ ഡംബിളെ ബോക്സിനുള്ളിൽ ഓഫ് സൈഡ് ആയിപ്പോയി. എന്തൊരു കഷ്ടം, ഓഫ് സൈഡ് ആയിപ്പോയി. രണ്ടാമത്തെ ഗോൾ ഗൈസ്. അപ്പോൾ ഈ ഫൈനലിൽ ഞാൻ അർജൻറ്റീനയുടെ കൂടെ നിൽക്കത്തുള്ളൂ, കാരണം എനിക്ക് സ്പെയിനെ ഒട്ടും ഇഷ്ടമല്ല. സോറി, നിങ്ങൾ സ്പെയിനിലെ ആൾക്കാർ കാണുന്നുണ്ട്, സ്പെയിനിലല്ല സ്പെയിൻ്റെ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. അത് ഇടണ്ടായിരുന്നു ആ ഒരു ഇത്. നല്ല കളിയുണ്ട്, ഒന്നും അറിയത്തില്ല. അമ്മ ആദ്യം ഒരു ഗോൾ അടിക്കാൻ പോയതാണെങ്കിലും ബാക്ക് ഹീലും കിട്ടാ പോലെ എന്തിനാ മോൻ അങ്ങനെ ഇടുന്നത്? ജയിച്ചിട്ടുണ്ട് ഗൈസ്. അതെന്നാ ജയിക്കാതെ? ഗൈസ്, നമ്മളപ്പോൾ വേൾഡ് കപ്പ് എടുത്തിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ സെലിബ്രേഷൻ എൻ്റെ മോനെ എന്തോരം കളിച്ച് ഗൈസ്. അവസാനം നമ്മൾ വേൾഡ് കപ്പ് എടുത്തു. ഓക്കെ ഗൈസ്, നമുക്ക് തംബ്നെയിൽ ഇടാനൊരു ഫോട്ടോ വേണം. ഓക്കെ ഗൈസ്, ഞാൻ ഒരു ഫോട്ടോ അങ്ങ് എടുത്തിട്ടുണ്ട്. എൻ്റെ മോനെ നമ്മളങ്ങ് വേൾഡ് കപ്പ് നമ്മളങ്ങ് എടുത്തു ഗൈസ്. കാരണം നമ്മളങ്ങ് എടുത്തു, എന്താ പറയാൻ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും പോയി. അപ്പോൾ നമ്മൾ നേരെ നമ്മളിനി പോണ്. അത് ബൈ.